ആദ്യം ശ്രീ ജോസഫ് ആന്റണി, നോക്കൂ, ഈ യുദ്ധം 46 ദിവസം പിന്നിടുകയാണ്. ഒരു സമാധാനത്തിന്റെ നീക്കം നടന്നിരുന്നു, ആ ചർച്ച പരാജയപ്പെട്ടു. ഇപ്പോൾ ഹോർമുസിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഈ യുദ്ധം എന്ന് നമുക്ക് കാണാം. ഇന്ന് ചൈനീസ് കപ്പൽ ഉൾപ്പെടെ അവിടെ നിന്ന് കടന്നുപോയി. ട്രംപ് ഭീഷണിപ്പെടുത്തിയതുപോലെ ഒന്നും സംഭവിച്ചില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷേ ഇറാൻ ഉൾപ്പെടെ പരിഹസിച്ച് രംഗത്ത് വരുന്നതും കണ്ടു. അപ്പോൾ ഇനി അവിടെ എന്ത് സംഭവിക്കുമെന്ന വലിയ ഒരു ചോദ്യം നിലനിൽക്കുകയാണ്. ഇത്രയും ദിവസം നീണ്ടുപോയ യുദ്ധത്തിൽ ലോകം ആ കെടുതികൾ ഏറ്റുകൊണ്ടിരിക്കുമ്പോൾ പോലും ട്രംപ് വീണ്ടും വിചാരമില്ലാതെ ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തുകയും അത് നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന്റെ ആഘാതമാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ ഹോർമുസിൽ പിടിമുറുക്കാനുള്ള, അവിടെ ഉപരോധം ഏർപ്പെടുത്താനുള്ള, ഇപ്പോൾ അത് പാളി എന്ന് പറയുന്ന ട്രംപിന്റെ നീക്കങ്ങളെ കാണുന്നത്? ആദ്യം പറയേണ്ട കാര്യം, ഈ ഡൊണാൾഡ് ട്രംപ് എന്നുള്ള പേര് ചെറുതായിട്ടൊന്ന് മാറ്റി ഡെല്യൂഷണൽ ട്രംപ് എന്നാക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസിഡന്റായി വന്നതിന് ശേഷം മുതൽ ഇന്നലെ വരെ അദ്ദേഹം കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. നമ്മളിവിടെ മലയാളത്തിലൊരു സിനിമ ഉണ്ടായിരുന്നു, സ്വപ്ന ലോകത്തെ ബാലഭാസ്കരൻ എന്ന് പറയുന്ന ഒരു സിനിമ. ഏതാണ്ട് അങ്ങനെ വേറെ ഏതോ ഒരു മായിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനായി അദ്ദേഹം മാറിയിട്ടുണ്ട് ഈ അധികാരം കിട്ടിയതിന് ശേഷം. പ്രത്യേകിച്ച് രണ്ടാമത്തെ തവണ അധികാരം കിട്ടിയതിന് ശേഷം അദ്ദേഹം നമ്മൾ നോക്കൂ, ഒരു ലോകത്തിന്റെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന, ലോകരാഷ്ട്രീയത്തിൽ മാതൃകയാകേണ്ട യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ പോലെയുള്ള സ്ഥാപനങ്ങളെ, അന്തർദേശീയ സ്ഥാപനങ്ങളുടെ സുരക്ഷാ കൗൺസിലിലെ പെർമനന്റ് മെമ്പറായിട്ടുള്ള, ലോകത്തിന്റെ സുരക്ഷയും സമാധാനവും ഉറപ്പുവരുത്തേണ്ട രാജ്യമാണ് അമേരിക്ക. റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ എന്നൊക്കെ നമ്മൾ പറയുന്നതിന് നിലനിർത്തേണ്ട രാജ്യമാണ് അമേരിക്ക. ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആ രാജ്യത്ത് അധികാരത്തിൽ വന്ന ശേഷം കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കും. 2025 വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കുമെതിരെ താരിഫ് ചുങ്കം ഏർപ്പെടുത്തി. അതിന്റെ ആഘാതത്തിൽ നിന്ന് അമേരിക്കയിലെ ജനങ്ങളോ ലോക ജനങ്ങളും ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളത് ഫൊക്കാനയുടെ പ്രസിഡന്റായിട്ടുള്ള സജിമോൻ ആന്റണിക്കൊക്കെ നല്ലപോലെ അറിയാം. നമ്മൾ ബാക്കിയുള്ള കാര്യം, ഇപ്പൊ അദ്ദേഹം ഈ യുദ്ധം തുടങ്ങിയ ശേഷം, ഈ ഇറാനെതിരായിട്ടുള്ള യുദ്ധം തുടങ്ങിയ ശേഷം വീണ്ടും ആ പ്രതിസന്ധി കൂടിയിരിക്കുകയാണെന്ന് നമ്മളെക്കാൾ നല്ലപോലെ അറിയുന്നവരാണ് അമേരിക്കയിൽ ജീവിക്കുന്ന ആളുകൾ. ലോകത്തൊട്ടാകെ നമ്മൾ ഉൾപ്പെടെ, മലയാളികൾ ഉൾപ്പെടെ അതിന്റെ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് വളരെ സൂക്ഷ്മമായി നമ്മൾ നോക്കിയാൽ കാണേണ്ട ഒരു കാര്യം, ഫെബ്രുവരി 27 വരെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ ഹോർമുസ് കടലിടുക്കിൽ? ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഹോർമുസ് കടലിടുക്ക് തുറന്നു കിടക്കുകയായിരുന്നു, അവരിലൂടെ എല്ലാ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഫെബ്രുവരി 26 ഒമാന്റെ വിദേശകാര്യമന്ത്രി ബദർ അൽബൂ സൈദിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളിൽ ഇറാൻ 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് സമ്മതിച്ച്